C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അത് ഈ അഭിനയമൊന്നും വേണ്ട രണ്ടാളും. എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നിങ്ങളുടെ സംസാരം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. ചത്ത 10 പൈസ കിട്ടില്ലെന്നും അങ്ങേരെ കൊണ്ട് ഇനി വലിയ പ്രയോജനമില്ലെന്നും ഒക്കെ കേട്ട കണക്കായി പോയി. ഞങ്ങൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? രാജേശ്വരി, ബാലചന്ദ്രൻ പറഞ്ഞ ഓരോ വാക്കും ശരിയാണെന്ന് കൂടുതൽ ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ഈ മുദ്രപത്രം റെഡിയാക്കി വെച്ചത്. ചത്തില്ലെങ്കിൽ തന്നെ ആശുപത്രിയിലും അമ്പലമുറ്റത്തും ഒക്കെ ആയി ഓരോരുത്തര് പറ്റിക്കൂടി വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. സഹതാപം നിറഞ്ഞു കവിഞ്ഞ് അവരുടെ പേരിലെങ്ങാനും സ്വത്ത് എഴുതി വെക്കാൻ തോന്നിയാ രാജേശ്വരി ഇത്രയും കാലം വെള്ളം കോരിയത് വെറുതെയാവും. ചേച്ചി വേണമെങ്കിൽ എഴുതി വെച്ചോ, അത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. ഈ രാജേശ്വരി ജീവിച്ചിരിക്കുമ്പോഴോ? ഒരിക്കലും അത് സംഭവിക്കാൻ പോകുന്നില്ലടാ. 10 15 വയസ്സ് കൂടുതലുള്ള ഒരു മുതുക്കനെ രാജേശ്വരി കല്യാണം കഴിച്ചെങ്കിൽ അതൊന്നും കാണാതെയല്ല. മാറാനോ? ആവതില്ലാത്ത കളിക്കൊന്നും ഇനി നിക്കണ്ട. ഈ പ്രായത്തിൽ എന്നോട് ഞാൻ മുറി കൂടാൻ വലിയ പാടാ. നിങ്ങളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും. എന്റെ അഴകും ആരോഗ്യം കണ്ട് ഭ്രമിച്ച നിങ്ങൾ ശാരദയെ ഉപേക്ഷിച്ച് എന്റെ പിന്നാലെ പോണു. ആൺകുഞ്ഞിനെ പ്രസവിച്ച് IAS കാരനാക്കാൻ വേണ്ടിയിട്ടാണെന്ന് അതിനൊരു ന്യായവും. എന്നാ രാജേശ്വരി നിങ്ങളുടെ ഭാര്യയായത് ഇതൊന്നും മോഹിച്ചിട്ടല്ല. നിങ്ങളുടെ കണക്കറ്റ സ്വത്ത്, അത് മാത്ര എന്നെ ഭ്രമിപ്പിച്ചത്. തുറന്നു നോക്കാതെ വലിച്ചെറിഞ്ഞ് കളയരുത്. ആവശ്യത്തിന് ഉപയോഗിക്കാം. അധികാരമുള്ള ആള് തന്നെയാ തരുന്നെന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി. എന്താ ഇത്? മോൾക്ക് അച്ഛൻ തന്നതല്ലേ, മോള് തന്നെ തുറന്നു നോക്ക്. അമ്മേ, ഇത് നോക്കമ്മേ. മോളെ, നമ്മുടെ വീടിന്റെ കടയുടെയും ഭൂമിയുടെ ഒക്കെ ആധാരം ഇത്. എന്റെ ദൈവങ്ങളെ, നിങ്ങൾ എന്റെ പ്രാർത്ഥന കേട്ടു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു മോളെ. ഇത് പണയമായിട്ട് കൊടുത്താലേ പൊളച്ചൻ 30 പവൻ മാത്രമല്ല, കല്യാണ ചെലവിനുള്ള പണവും തരുമെന്ന് ഉറപ്പാ. ഇനി ആരുടെ മുന്നിലും തല കുനിക്കാതെ നമുക്ക് ഈ കല്യാണം നടത്താം. എന്റെ ഭഗവാനെ, എങ്ങനെയാ ഇതിന് നന്ദി പറയേണ്ടത്? ഈശ്വര, എന്തും കേറി പാടാ.
മുളങ്ങ് പൂവൊക്കെ വെച്ച് സുന്ദരിയായല്ലോ. ഞാൻ എപ്പോഴും പറയും, താലിയിൽ അല്പം പൂവും നെറ്റിയിൽ ഒരു പൊട്ടും ഇരിക്കുമ്പോഴാ പെണ്ണൊരു പെണ്ണാവുന്നത്. കഴുത്തിലും കാതിലും കയ്യിലും പൊന്നും കൂടെ വേണമെന്ന് പിന്നെ ഞാൻ പറയണ്ടല്ലോ. അല്ല, ശാലിനി ഇവിടെ പോയി കണ്ടില്ലല്ലോ. ശാലിനി അവള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെനിക്കറിയാം. എന്നിട്ട് ആളെവിടെ? വരും, ഇപ്പൊ എത്തേണ്ടതാ, ഉടനെ എത്തും. ആ, എത്തണം. ശാലിനി വന്നാലേ ഈ കല്യാണ നിശ്ചയം നടക്കൂ. ഓർമ്മയുണ്ടല്ലോ ശാരദാമ്മയ്ക്ക്? അതെനിക്കറിയാം. നിങ്ങൾ ഇരിക്കും വിജയലക്ഷ്മി, ഇരിക്കണം. ഇരിക്കണം ചേട്ടാ. എന്തിനാമേ ശാലിനി, നമുക്ക് ഈ ചടങ്ങ് നടത്തിയാ പോരെ? ആ കുട്ടി എന്തിനാ അവിടുന്ന് വിളിച്ചു വരുത്തുന്നേ? അതൊക്കെ ഉണ്ടടാ. നിന്റെ ശാരികയുടെ കല്യാണം നടക്കാൻ കാരണം ആരാ? ആ ശാലിനിയല്ലേ? അവളത്ര ത്യാഗം സഹിച്ചോണ്ടല്ലേ ഇതിപ്പോ നടക്കുന്നത് തന്നെ. അപ്പൊ അവളിവിടെ വേണം, എനിക്കത് നിർബന്ധം. എന്താ ശാരദാമ്മേ? അവള് വരും. നിന്റെ ഐഡിയ പൊളിച്ചു സുസ്മിതേ. ശാലിനിയെ അവളുടെ ചേച്ചിയുടെ കല്യാണ നിശ്ചയത്തിന് വിടാതിരിക്കാനുള്ള ഒരു പെണ്ണ് കാണാൻ. അല്ല, എനിക്കത് അങ്ങോട്ട് കൃത്യമായി മനസ്സിലായില്ല കേട്ടോ. ശാലിനിയെ കല്യാണ നിശ്ചയത്തിന് വിട്ടില്ലെങ്കിൽ എന്താ, അതവിടെ നടക്കില്ലേ? ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. ആകാശം ഇടിഞ്ഞൊന്നും വീണില്ലെങ്കിലും കുടുംബശ്രീ ഹോട്ടലിന് മുന്നിലെ ആകാശത്തിന് ചെറിയൊരു വിള്ളലെങ്കിലും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ ശാരികയുടെ കല്യാണം നടത്താനുള്ള സ്വർണവും പണവും ഒന്നും അവരുടെ കയ്യിലില്ല. കല്യാണ ചെലവ് തന്നെ എങ്ങനെ നടത്തുമെന്ന് ആലോചിച്ച് അവരുടെ അമ്മ വിഷമിക്കുന്നത് ഞാൻ കേട്ടതാ. താങ്ങും തണലും ഒന്നും ഇല്ലാത്തൊരു വീടാത്. ബലമായിട്ടൊന്നും ഊതിയാ പറന്നു പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ നിന്നെ ഇവിടെ കാണുന്നില്ല. എവിടെയാ നീ ഇപ്പോ? ആന്റി, അത് ചെറിയൊരു പ്രശ്നം. ഒരു പ്രശ്നം ഇവിടെ എടുക്കില്ല ശാലിനി. അതെ, പുത്തരിയിലെ കല്ല് കടിച്ചൊരു ബന്ധമായത്. എന്നാലും നിന്റെ ത്യാഗം, തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മനസ്സിളക്കിയിട്ടാ വീണ്ടും ഒരവസാന ശ്രമം എന്ന നിലയിൽ സമയം മെനക്കെടുത്ത് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. എന്നിട്ടും നീ എന്താടി ഞങ്ങളെ ഫൂളാക്കുകയാണോ? ആന്റി പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ഈ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാ. പക്ഷെ അപ്പോഴാ ഒരു ചെറിയ തടസ്സം വന്നത്. എന്തോന്ന് തടസ്സം? ദേ ശാലിനി, വെറുതെ നീ എന്നെ കൊണ്ട്. ആന്റി പ്ലീസ് പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. ആന്റി പറഞ്ഞതിൽ ഒരു വ്യത്യാസമില്ല. 30 പവനം ചേച്ചിയുടെ ദേഹത്തുണ്ടായിരിക്കും. പക്ഷെ എനിക്കിപ്പോ അങ്ങോട്ട് വരാൻ പറ്റില്ല. ഇവിടെ സത്യാമ്മ സുസ്മിതയെ കാണാൻ ഒരു കല്യാണ പാർട്ടിയെ വിളിച്ചു വരുത്തിയിരിക്കുക. പുതുപ്പെണ്ണായിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ അതൊരു മര്യാദകേടാ. ഓഹോ, അപ്പൊ നിനക്ക് അവിടെ മര്യാദയും ഇവിടെ ഞങ്ങളോട് മര്യാദ കേടുവാവാം അല്ലേ? എങ്കി പിന്നെ ഞങ്ങളിപ്പോ അങ്ങ് തിരിച്ചു പോയിക്കോളാം. അയ്യോ, എന്താ ചേട്ടാ ഞങ്ങള്? അയ്യോ പ്ലീസ് ആന്റി പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് ദയവായി കേൾക്കണം. എല്ലാം നമ്മൾ പറഞ്ഞുറപ്പിച്ചതുപോലെ തന്നെയാ. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ എന്റെ കഴുത്തിലെ ഈ താലിമാല സത്യമായിട്ടും എന്റെ അമ്മയുടെ കഴുത്തിലെ താലിമാല സത്യമായിട്ടും ഞാൻ പറയാ. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും, അത് ഉറപ്പാ. ശരി, എന്ന് വെച്ചാ 30 പവൻ. ഓർമ്മയുണ്ടല്ലോ നിനക്ക്? ഉണ്ട് ആന്റി, ഒരിക്കലും മറക്കില്ല. ആ, ഓർമ്മയുണ്ടാവണം. എന്നാ പിന്നെ ഞാൻ ഫോൺ വെക്കുക. ഇവിടെ എല്ലാം പറഞ്ഞതുപോലെ നടക്കും. അച്ഛൻ രാജശേഖരൻ UK-യില. രാജേട്ടൻ കുറച്ചുനാൾ മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. മോളുടെ കല്യാണം നടത്താൻ വേണ്ടിയാ വന്നത് തന്നെ. പിന്നെ അതങ്ങ് നീണ്ടുപോയപ്പോ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇനി ഈ കല്യാണം നടക്കുമ്പോഴും ലീവ് എടുക്കണമല്ലോ എന്ന് കരുതിയിട്ടാ തിരിച്ചു പോയത്. അപ്പോ അമ്മാവനാണ് കാരണവരുടെ സ്ഥാനത്ത്.
പക്ഷെ അമ്മയുടെ സ്ഥാനത്ത് ഞങ്ങള് രണ്ടുപേരുണ്ട് കേട്ടോ. പ്രസവിച്ചത് സരളയാണെങ്കിലും പ്രിയം കൂടുതൽ അവൾക്ക് എന്നോടാ. അതുകൊണ്ട് തന്നെയാ ഈ വീട്ടിൽ വെച്ചാണ് പെണ്ണുകാണൽ ചടങ്ങ് നടത്തുന്നത്. അത് സത്യാമ്മയുടെ ഈ ആലോചനയുടെ ഇടപെടൽ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായതാ. ഇത് സത്യാമ്മയുടെ മകനായിരിക്കും അല്ലേ? അതെ, വിഷ്ണു. എന്നാ നമുക്കിനി കുട്ടിയെ വിളിച്ചാലോ? ആവാം. മോളെ പ്രീതി, കുടിക്കാൻ എന്തായാലും എടുത്തോ. സുസ്മിതയോട് വരാൻ പറഞ്ഞോളൂ. ദേ അവര് വിളിക്കുന്നു. ചെല്ലടി അങ്ങോട്ട്. എന്ത് കാണാനാടി ആ കോന്തന്റെ മോന്തയോ? കോന്തനായാലും കീന്തനായാലും നീ തന്നെ വരുത്തി വെച്ചതല്ലേ, ഇനിയിപ്പോ ചെല്ലാതിരിക്കാൻ പറ്റുമോ? സുസ്മിതേ, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, വാ. എന്തിനാ ഭാമ ഇങ്ങനെ ബലം പിടിക്കുന്നത്? പ്രത്യേകിച്ച് ആഹാരത്തിന്റെ കാര്യത്തില്. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയണം, അതിനെന്താ? അവളെ അങ്ങ് തോളെ കയറ്റി വെച്ചിരിക്കുകയാണല്ലോ ആ വീൽ ചെയർ ജീവി. അതൊക്കെ ഇപ്പൊ തീരുവടി. ഭാമാന്റിയുടെ ഫോണൊന്നും ബെല്ലടിക്കേണ്ട താമസമേ ഉള്ളൂ. പിന്നെ ശാലിനി ഈ വീട്ടിൽ നിന്ന് ഔട്ടല്ലേ, എന്നും നിൽക്കുമായി ക്ലീൻ ബൗട്ട്. ഇതാ പരമേശ്വരൻ നായരാണല്ലോ. ഹലോ സത്യഭാമേ, ഞാൻ പരമേശ്വരൻ നായരാ. മനസ്സിലായി, പറഞ്ഞോളൂ. ഹേമന്തും സുസ്മിതയുമായി ഒരു ബന്ധം ആലോചിച്ചിരുന്നില്ലേ നമ്മൾ? അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. എന്താ താല്പര്യമില്ലെന്നോ? അതെന്താ കാര്യം? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വേണ്ടാന്ന് തോന്നി, വേണ്ടാന്ന് വെച്ചു, അത്ര തന്നെ. അപ്പോ മറ്റൊന്നുമില്ല സത്യഭാമേ, ഞാൻ ഫോൺ വയ്ക്കുക. നോ, ഫോൺ വെക്കരുത്. ഇവിടെ ഈ വീട്ടിൽ വന്ന് സൽക്കാരവും സ്വീകരിച്ച് ചിലത് ഉറപ്പിച്ചു പോയിട്ട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞൊഴിയാൻ പറ്റില്ല നിങ്ങൾക്ക്. ഇപ്പോഴീ താല്പര്യമില്ലെന്ന് പറയുന്നതിന്റെ കാരണം അറിയണേ എനിക്ക്. എന്താ നിങ്ങളുടെ പ്രശ്നം ഇപ്പോ? ബന്ധം വേണ്ടെന്ന് വയ്ക്കാൻ പല കാരണങ്ങളുണ്ടാവും. അതെല്ലാം പറയണമെന്ന് അത്യാവശ്യമുണ്ടോ ഇപ്പോ? അത്യാവശ്യമുണ്ട്. ഇവിടുന്ന് വളരെ താല്പര്യത്തോടെ ഇറങ്ങിപ്പോയവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടാവണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ. എനിക്കത് അറിഞ്ഞേ തീരൂ. എന്റെയും അവളുടെ അവകാശം അത്. ശരി, കാരണം അറിയണമെന്ന് നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഫോണിലെ നെറ്റ് ഓൺ ആണല്ലോ. ഞാൻ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് അയക്കുന്നുണ്ട്. അതൊന്ന് കണ്ടിട്ട് മതി ബാക്കി നമ്മുടെ സംസാരം. എന്താ ഭാമേ, എന്താ പ്രശ്നം? ആ പരമേശ്വരൻ നായരെ വിളിച്ചത്. അവർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ലെന്ന്. അയ്യോ ആന്റി, അങ്ങനെ പറഞ്ഞോ? എന്താ ആന്റി, എന്താ ഉണ്ടായത്? എന്താ ഭാമേ, എന്താ അവർ താല്പര്യക്കുറവിന് കാരണം പറയുന്നത്? കാരണം ഹലോ, ഇപ്പൊ കാര്യങ്ങൾ ബോധ്യപ്പെട്ടല്ലോ. നേരിട്ട് കണ്ട സ്ഥിതിക്ക് നിങ്ങൾ ഇനി ഇങ്ങോട്ട് വിളിക്കില്ലെന്ന് ഞാൻ കരുതുന്നു. കണ്ടു, പക്ഷെ കാണുന്ന എല്ലാം സത്യമാണെന്നില്ലല്ലോ. പരമേശ്വരൻ നായർ ഇപ്പൊ എവിടെയുണ്ട്? ഞങ്ങൾ മടങ്ങിപ്പോവുക. അതിനിടയിൽ ഞങ്ങളുടെ ഒരു ബന്ധുവീടുണ്ട് ഇവിടെ. അവിടേക്ക് വന്നിരിക്കുക. കുടുംബശ്രീ വീട്ടിൽ. കുടുംബശ്രീ വീടോ? അവിടെ ശാരദാമ്മ നിങ്ങളുടെ?
കുടുംബശ്രീ ശാരദ എന്ന് പറഞ്ഞാൽ എന്റെ കസിനാ. എന്റെ അച്ഛന്റെ മൂന്നാമത്തെ പെങ്ങളുടെ മോള്. ഞങ്ങള് കൂട്ടുകുടുംബത്തിൽ ഒന്നിച്ചു വളർന്ന ആൾക്കാരാ. ഓഹോ, അത് ശരി. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ വെളിപാടിന്റെ രഹസ്യം ഇപ്പോഴേ എനിക്ക് മനസ്സിലായത്. ശരി, നമുക്ക് പിന്നീട് സംസാരിക്കാം. ചേട്ടനെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വരൂ, ലൈം ടീ റെഡി ആയിട്ടുണ്ട്. സത്യഭാമയുടെ മരുമകള് ഇവിടുത്തെ കുട്ടിയാണത്രേ. നമുക്ക് കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ. ആണോ? അതിപ്പോ കുഞ്ഞുനാളിലെ കണ്ടതല്ലേ അവരൊക്കെ. അല്ല, എങ്ങനെ ശാലിനി അവിടെ ചെന്ന് വിട്ടു? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതൊരു കഥയാ മോനെ. വാ പറയാം. വരൂ ചേട്ടാ. സുസ്മിതയെ ജീവിക്കാൻ നീ സമ്മതിക്കില്ല അല്ലടി? അമ്മ, ശാലിനി എന്ത് ചെയ്യുന്ന അമ്മ ഈ പറയുന്നേ? ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാ? സുസ്മിതയുടെ ആദ്യ വിവാഹം മുടക്കിയത് ഇവളാ. എനിക്ക് പേടിയാവുന്നു വലിയേച്ചി. സത്യമ്മ അമ്മയെ കൂടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു യുദ്ധം ഉറപ്പാ. ശാരദയുടെ വീട്ടിലെത്തിയ ശേഷമാണ് ശാലിനി ഈ വീട്ടിലെ മരുമകളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് തന്നെ. ഈ കുട്ടി ഇവിടെ വെച്ച് കണ്ടപ്പോൾ പോലും എനിക്ക് മനസ്സിലായിരുന്നില്ല. ശരി, ആയിക്കോട്ടെ. നിങ്ങൾ പറയുന്നതൊക്കെ വാസ്തവായിരിക്കാം. പക്ഷേ അക്കാര്യം കണ്ണീരിൽ മുങ്ങി നിൽക്കുന്ന ഈ കുട്ടിക്ക് ബോധ്യപ്പെടണം. ഇവളുടെ അമ്മയ്ക്കും അമ്മാവനും ബോധ്യപ്പെടണം. അതിലേറെ എനിക്ക് ബോധ്യപ്പെടണം. ഇവിടെ സത്യഭാമയാണ് കോടതി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശരി ശരി, ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത് ഇപ്പോ? അത് മാത്രം പറഞ്ഞാൽ മതി. സുസ്മിത മോശക്കാരിയാണെന്ന് ആരാ നിങ്ങളോട് ആദ്യം പറഞ്ഞത്? അതൊരു അനോണിമസ് ഫോൺ കോൾ ആയിരുന്നു. അപ്പോൾ ഞാനത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഏതെങ്കിലും കുബുദ്ധികളോ അസൂയാലികളോ ആയിരിക്കും എന്ന് കരുതി. പക്ഷേ അതിനു പിന്നാലെയാ ആ ഫോട്ടോകൾ എന്റെ ഫോണിലെത്തിയത്. പിന്നെ വിശ്വസിക്കാതിരിക്കാൻ എന്ത് ന്യായം? സ്വന്തം മകന് വേണ്ടി പിന്നെ ഞാൻ എന്തിനൊരു റിസ്ക് എടുക്കണമെന്ന് തോന്നി. അതാണ് പിന്മാറിയത്. ശരി, അപ്പോ ആ കോള് വന്ന നമ്പർ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ മൊബൈലിൽ? ഉണ്ടാവണം. ആ നമ്പറിലേക്കൊന്ന് തിരിച്ചു വിളിച്ചു നോക്കണം പരമേശ്വരൻ നായരെ. ഈ കൂട്ടത്തിൽ ആരുടെയെങ്കിലും നമ്പറിൽ നിന്നാണോ ആ കോള് പോയിരിക്കുന്നതെന്ന് അറിയാമല്ലോ നമുക്ക്. ആ, വിളിക്ക്. എല്ലാം കണ്ടു കേട്ടു. ഒരു സംശയം ബാക്കിയുണ്ട് ഇപ്പോഴും. അതിന്റെ ഉത്തരം കൂടി കിട്ടിയാലേ ചിത്രം വ്യക്തമാവുള്ളൂ. നിങ്ങളെ വിളിച്ച അതേ നമ്പറിൽ നിന്ന് തന്നെയാണോ സുസ്മിതയുടെ ഫോട്ടോസ് എല്ലാം സെൻഡ് ചെയ്ത് തന്നിരിക്കുന്നത്? അല്ല, രണ്ട് നമ്പറാണ്. ആ, എങ്കിൽ പിന്നെ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കണം. അല്ലാതെ ആരെ ഫോണാന്നറിയല്ലോ. ആ നമ്പറിലേക്ക് എന്തിനു വിളിക്കണം? ആ, ചതിച്ചത് ഇവള് തന്നെയാണെന്ന് ഇപ്പൊ തന്നെ ബോധ്യമായില്ലേ? അത് ഒന്നും കൂടി ഉറപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ സുസ്മിത.
ഈ ഫോണൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് തട്ടിപ്പൊടൊക്കെ നടക്കുന്ന കാലമല്ലേ അല്ലേ? അതുകൊണ്ടൊന്ന് വിളിച്ചു നോക്കണം സാർ, കാണാലോ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന്. എന്തായിടി? അയാൾക്ക് വിശ്വാസമായില്ലെന്ന്. നല്ല കുടുംബത്തിൽ പിറന്ന പെൺപിള്ളേരുടെ കല്യാണാലോചന മുടക്കാൻ ഇറങ്ങുന്ന ഒരുപാട് ഞരമ്പ് രോഗികളെ കണ്ടിട്ടുള്ള ആളാണെന്ന്. അപ്പൊ പ്ലാൻ ബി? അത് തന്നെ. നമ്മളന്ന് ക്ലബിൽ പാർട്ടിക്ക് പോയപ്പോഴത്തെ ഫോട്ടോസ് ഇല്ലേ നിന്റെ കയ്യില്? ആ ഉണ്ട്. എവിടെ നോക്കട്ടെ. ഇത് ധാരാളം മതി. ഒരു കല്യാണാലോചന തകർക്കാനുള്ള വെടിമരുന്നൊക്കെ ഇതിനുള്ളിലുണ്ട്. ഇതങ്ങോട്ട് അയച്ചു കൊടുക്കാം. ആ വിശ്വാസിക്ക് വിശ്വാസം ഉണ്ടാവട്ടെ. അയാൾ ഇനി നോക്കാതിരുന്നാലോ? നോക്കാതിരിക്കാൻ പറ്റില്ലടി. ഒരു മനുഷ്യന്റെ സ്വാഭാവിക രീതിയാ ആൻസൈറ്റി അഥവാ ആകാംക്ഷ. വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടിയാണെങ്കിലും നോക്കിപ്പോവും. ദേ അയാൾ കണ്ടു, ബ്ലൂടിക്ക് വന്നു. വെടിമരുന്ന് പുരയിലേക്ക് എറിഞ്ഞ ഓലപ്പടക്കവാ ഇപ്പൊ പൊട്ടിയത്. ഇനിയുള്ളത് കാത്തിരുന്ന് കാണാം. വേണമെങ്കിൽ മറ്റൊരു കല്യാണത്തിന് ഞാൻ തയ്യാറാവാം. മനസ്സുകൊണ്ട് റെഡിയാവാൻ അല്പസമയം, അത് മാത്രം മതി. മാത്രമല്ല ഇപ്പൊ എനിക്ക് ആരോടും ദേഷ്യമോ വിരോധമോ ഒന്നുമില്ല ആന്റി. ശാലിനിയോട് പോലും. അവളോട് വേണമെങ്കിൽ ഞാൻ മാപ്പ്. വേണ്ട, നീ ആരോടും മാപ്പ് ചോദിക്കാനും യാചിക്കാനും ഒന്നും നിൽക്കണ്ട. തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിക്കുന്നവരെ വീണ്ടും ശിക്ഷിക്കാൻ പാടില്ല നമ്മൾ. ഒരാളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് നീ ചെയ്തതൊക്കെ ഈ സത്യഭാമ ക്ഷമിച്ചിരിക്കുക. ഈ വിഷയം ഇവിടെ അവസാനിക്കുക. അതാ സത്യഭാമയുടെ തീരുമാനം. സോറി പരമേശ്വരൻ നായരെ, നിങ്ങളെ ഇവിടം വരെ വിളിച്ചു വരുത്തിയതിനും ബുദ്ധിമുട്ടിച്ചതിനും സുസ്മിതയുടെ പേരിൽ ഞാൻ മാപ്പ് ചോദിക്കുക. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. സാരമില്ല സത്യമേ. എന്തായാലും ഈ ആലോചന മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്റെ മകനുണ്ടാകുമായിരുന്ന ബുദ്ധിമുട്ടിനേക്കാൾ വലുതല്ലല്ലോ ഇത്. അപ്പൊ ശരി, ഇവിടെ കാര്യങ്ങൾ നടക്കട്ടെ. ഞങ്ങൾ ഇറങ്ങുക. ആ, ശാരദ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? ഇല്ല ഏട്ടാ, എനിക്ക് ഇവളോടൊന്ന് സംസാരിക്കണം. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഇറങ്ങും. എങ്കിൽ ശരി. ചടങ്ങ് കഴിഞ്ഞാലുടനെ ആഭരണങ്ങൾ തിരികെ തരൂന്നായിരുന്നു ധാരണ. എന്നിട്ടത് വാങ്ങിച്ചെടുക്കാൻ ഞാൻ പെട്ടൊരു പാടേ. അവരുടെ പൂച്ചറിയാവുന്നവരാരും സ്വർണം കടം കൊടുക്കുന്നില്ല. കൊടുത്ത കാശ് പോയി, എങ്ങനെയാ ഒന്ന് ഒഴിവാക്കി വിടുക? ഇത് വെച്ച് ശാരദാമ്മ എത്രയാ പ്രതീക്ഷിക്കുന്നത്? ഒരു 30 പവൻ പൊന്നു വേണം പോളച്ച. കല്യാണ ചെലവിന് ഒരു 10 ലക്ഷം രൂപയും. ശാരദാമ്മയുടെ ആവശ്യം ന്യായമാണ്. ആ ഭൂമിക്കും വീടിന് അതിനേക്കാൾ ഈടുമുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ ശാരദാമ്മേ. എന്താ പോളച്ച? നിങ്ങളുടെ ഭർത്താവ് ഗോപാലകൃഷ്ണന്റെ പേരിലല്ലേ ഈ ആധാരം? അതെ. അപ്പോ നിങ്ങൾ എങ്ങനെയാ ശാരദാമ്മ ഇത് പണയം വെക്കുക? ഗോപാലകൃഷ്ണനല്ലേ ഈ ഭൂമിയുടെ അവകാശി? ഗോപാലേട്ടൻ തന്നെയാ പണയം വെക്കാനായിട്ട് ഈ ആധാരം എനിക്ക് എടുത്തു തന്നത്. മാത്രമല്ല ആ ഭൂമി എനിക്ക് സ്ത്രീധനമായിട്ട് കിട്ടിയതാ. ഗോപാലേട്ടന്റെ പേരിൽ എഴുതിയെന്നേ ഉള്ളൂ. നാളെ ഒരു തർക്കം വന്നാ
ഈ ന്യായമൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ ശാരദാമ്മേ? ദാ, ഇത് പിടിച്ചോ. എന്റെ അറിവിൽ നിങ്ങളും ഭർത്താവുമായിട്ട് പിണക്കത്തിലാണ്. ഗോപാലകൃഷ്ണൻ ഈ ആധാരം നിങ്ങൾക്ക് തന്നോ, നിങ്ങൾ മോഷ്ടിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല. അയ്യോ, അല്ല, ഞാനൊരു സാധ്യത പറഞ്ഞെന്നേ ഉള്ളൂ. അത് നമ്മൾ നോക്കണമല്ലോ. അതെ, ഈ സ്ത്രീധനത്തിന്റെ കാര്യമൊന്നും ഈ ആധാരത്തിൽ എഴുതി വെച്ചിട്ടില്ല. നിയമപ്രകാരം ഈ ഭൂമിയുടെ ഒരേ ഒരു അവകാശി ഗോപാലകൃഷ്ണൻ മാത്രമാണ്. പോളച്ചൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ആധാരം വെച്ചിട്ട് 30-60 പവൻ തരാൻ എനിക്ക് ഒരു തടസ്സവുമില്ല ശാരദാമ്മേ. പക്ഷെ ഒരു ഉപാധിയുണ്ട്. എന്താ പോളച്ച? ഗോപാലകൃഷ്ണൻ കൂടി ശാരദാമ്മയുടെ കൂടെ വന്ന് ഒരു വാക്ക് പറയണം. ആധാരം പണയം വെക്കാൻ സമ്മതമാണെന്ന്. പോളച്ചൻ എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ? അറിയാൻ ശാരദാമ്മേ. അതുപോലെ ശാരദാമ്മ എന്റെ കാര്യം കൂടി ഒന്ന് അറിയണം. കാശ് മറിച്ച് കച്ചവടം ചെയ്യുന്നവനായി ഈ പോളച്ചൻ. കൈനഷ്ടം വരാൻ പാടില്ലല്ലോ. അതെ, ഞാനൊന്ന് പുറത്തേക്ക് പോവാൻ നിൽക്കുക. ശരി, ഞാൻ ഇറങ്ങുവാ. എന്നാ ചെന്നിട്ട്. ശാരദാമ്മ നിന്നേ. ശാരികയുടെ കല്യാണമാകുമ്പോ പറയാൻ മറക്കണ്ട. എന്നാ വിട്ടോ. അമ്മ അമ്മ അന്വേഷിച്ചു പിള്ളച്ചേട്ടൻ പറഞ്ഞു. നിന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കാർ വിളിച്ചിരുന്നോ? ഒരു ചെന്നൈ ഗ്രൂപ്പ് അല്ലേ? അതെ, നിന്നെ അവര് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞ അമ്മയായിട്ട് സംസാരിക്കാനാ. എന്നോട് അവര് സംസാരിച്ചു. ഈ ഭൂമിയും വീടും വിലക്കെടുക്കാൻ ആവശ്യം. മാർക്കറ്റ് വിലയേക്കാൾ 1 കോടി അധികം തരാൻ തയ്യാറാണെന്ന്. അവരിവിടെ സമീപത്തുള്ള ഭൂമിയൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇവിടെ എന്തോ റിസോർട്ട് പ്രൊജക്ട് ആണെന്നാ പറഞ്ഞേ. എന്താ നിന്റെ അഭിപ്രായം? ഞാന് പറയടാ. അമ്മയല്ലേ തീരുമാനം എടുക്കട്ടെ, ഞാനെന്ത് പറയാനമ്മ? എന്നാ കേട്ടോ, നമ്മൾ ഈ വീട് വിൽക്കുന്നില്ല. 100 കോടി തരാന്ന് പറഞ്ഞാലും. സ്വന്തം അധ്വാനത്തിൽ നിന്റെ അച്ഛൻ ആദ്യം പണിയിപ്പിച്ച വീടാ ഇത്. അദ്ദേഹം തന്നെ രൂപകൽപ്പന ചെയ്ത പ്ലാനിൽ ഈ വീട്ടിലേക്ക് അച്ഛനമ്മയെ കൈപിടിച്ചു കൊണ്ടുവന്നത്. ഈ വീട്ടില് നിന്റെയും പ്രീതിയുടെയൊക്കെ കുഞ്ഞിക്കാലടികൾ ആദ്യം പതിഞ്ഞത്. നിങ്ങൾ പിച്ചവച്ച് നടന്ന മണ്ണ ഇതിന് ചുറ്റുമുള്ളത്. അല്ല, അത്രയ്ക്ക് സെന്റിമെന്റ്സ് ആയിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ നമ്മളിത് വിൽക്കുന്നില്ല. പിന്നെ അവരൊരു പ്ലോട്ടിൽ കണ്ടുവച്ചാ അത് അവരെങ്ങനെയും വാങ്ങിച്ചു കിട്ടുന്ന ഒരു ഗ്രൂപ്പാണത്. ചെന്നൈ നഗരത്തിലെ നല്ലൊരു ഭാഗം അവരുടെ കയ്യിലാണെന്നാണ് പറയുന്നത്. ഈ പണം കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ വല്ല വ്യാജരേഖ ചമച്ചൊക്കെ എങ്ങനെയും നേടിയെടുക്കൂത്രേ. അത് അവിടെ ഇവിടെ ഇപ്പൊ കണ്ടുവയ്ക്കുന്നത് സത്യഭാമയുടെ മണ്ണിലാണെങ്കിൽ അത് നടക്കില്ല വിഷ്ണു. My game starts now.
ശാലിനി ഭക്ഷണം കഴിക്കാൻ വരുമല്ലേ? ഇതാ വരുന്നു. വാ. പാവം പോളച്ചൻ പണം കൊടുക്കുന്നുള്ള ടെൻഷനിലാണെന്നാ തോന്നുന്നത്. അല്ല, തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല, ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്? ഉണ്ട്. എന്താ? ഇയാള് തന്നെയാ ഇപ്പൊ എന്റെ പ്രശ്നം. ഞാനോ? ആ, ഇയാള് തന്നെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, തലവേദനയുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്റെ പിന്നാലെ നടക്കുന്നതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്നൊന്ന് എന്റെ വഴിക്ക് വിട്ടേക്ക്. അതെ, അത് പോയിന്നാ തോന്നുന്നേ. അയ്യടാ, അങ്ങനെ പോവാനേ ഈ കട്ടിലിന് താഴെ ബെർമുഡ ട്രയാങ്കിൾ ഒന്നും അല്ലല്ലോ. സമയം പോലെ ഞാൻ കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിച്ചത് തന്നെ. അതെ, എനിക്ക് വേറെ കമ്മലുണ്ട് കേട്ടാ. എങ്ങോട്ടോ യാത്രക്കുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. ആ, അതെ. എങ്ങോട്ടാണാവോ? ജ്വല്ലറി ഉടമ പോളച്ചനെന്ന് കാണണം. അല്ല, ഞാനോടി വരട്ടെ? ഇയാള് വേണ്ട, വരണ്ട. ഈ ചെക്ക് പോസ്റ്റ് ഒന്ന് മാറ്റിയേട്ടാ. മധുരമുള്ള ഓർമ്മയ്ക്കായിട്ട് ഇതിങ്ങനെ ഇരിക്കട്ടെ. നാളെ ഒരിക്കലും ശാലിനിയായിട്ട് ഒന്നിക്കുമ്പോ പറഞ്ഞു ചിരിക്കാൻ ഒരു കുഞ്ഞു തമാശ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.